വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തുടർച്ചയായ രണ്ടാം ദിവസവും ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തു. 3 മണിക്കൂറാണ് ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പോറ്റിയെ ചോദ്യം ചെയ്തത്. തന്നെ ആരും പ്രതിക്കൂട്ടിലാക്കിയിട്ടില്ല എന്ന് ആയിരുന്നു ചോദ്യം ചെയ്ത ശേഷമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. സ്വർണ്ണപ്പാളിയും സ്വർണ്ണപീഠവും പണപ്പിരിവും അടക്കമുള്ള കാര്യങ്ങളിലായിരുന്നു ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 4 മണിക്കൂർ നേരം ചോദ്യം ചെയ്തത്. എന്നാൽ സാമ്പത്തിക സ്രോതസ്സിലൂന്നിയായിരുന്നു ഇന്നത്തെ ചോദ്യം ചെയ്യൽ. 3 മണിക്കൂർ നേരം നീണ്ട ചോദ്യം ചെയ്യലിനിടെ തന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളും പോറ്റി ദേവസ്വം വിജിലൻസിന് കൈമാറി. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ പോറ്റി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ, കഴിഞ്ഞ 3 വർഷത്തിനിടെ നടത്തിയ 30 കോടി രൂപയുടെ ഭൂമി ഇടപാടുകൾ, വരുമാന സ്രോതസ് തുടങ്ങിയവയെക്കുറിച്ചായിരുന്നു ദേവസ്വം വിജിലൻസ് എസ്പിയുടെ നേതൃത്വത്തിൽ പോറ്റിയിൽ നിന്ന് ചോദിച്ചറിഞ്ഞത്. തന്നെ പ്രതിക്കൂട്ടിലാക്കിയ ദേവസ്വം ബോർഡിനെയോ ദേവസ്വം വകുപ്പിനെയോ കുറ്റപ്പെടുത്താതെയായിരുന്നു ചോദ്യം ചെയ്യലിന് ശേഷം പോറ്റിയുടെ പ്രതികരണം. ഉദ്യോഗസ്ഥർ ചോദിച്ചതിന് കറക്റ്റായിട്ട് മറുപടി പറഞ്ഞു. പ്രതിക്കൂട്ടിലാക്കിയെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാര്യം സത്യം തെളിയുമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ. എന്നാൽ കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് പോറ്റി ഒഴിഞ്ഞു മാറി. ഞാൻ എങ്ങനെ നിങ്ങളുടെ ഡോറ് ഞാൻ അടയ്ക്കുന്നത് ശരിയാണോ? അത് ശരിയാണ്. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറുപടികൾ രേഖകളുമായി ഒത്തുനോക്കിയ ശേഷമാകും തുടർ ചോദ്യം ചെയ്യലുകൾ വേണോ എന്നതിൽ വിജിലൻസ് അന്തിമ തീരുമാനമെടുക്കുക. ഇതിനിടെ പോറ്റിയുടെ സഹായികളെയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യാനാണ് വിജിലൻസ് നീക്കം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.